ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു അല്ലേ? കാര്യങ്ങളൊക്കെ രഞ്ജൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. രഞ്ജനുമായിട്ട് അടുത്ത പരിചയമാണല്ലേ? വിഷ്ണു പറയുക, അമ്മയ്ക്ക് കുറച്ചുനാൾ മുമ്പേ ഫിനാൻസിന്റെ പരിപാടി ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന്റെ പിരിവും കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ഞാനായിരുന്നു. അന്നത്തെ ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു രഞ്ജന്റെ അച്ഛൻ മാത്രമല്ല, അന്നൊക്കെ ഒട്ടുമിക്ക ബിസിനസ്സുകാരും ഒരാശ്രയമായി കണ്ടിരുന്നത് സത്യാമ്മയെ തന്നെയാ. ഞാനും അക്കാര്യത്തിൽ സത്യാമ്മയുടെ കടപ്പെട്ട ആളാ. ഞാൻ എൻ്റെ ആദ്യത്തെ ലോറി വാങ്ങാൻ കാശ് വാങ്ങിയതും സത്യാമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാ. അമ്മയുടെ കൈനീട്ടം കിട്ടി രക്ഷപ്പെട്ടവരേ ഉള്ളു. പക്ഷേ അത് സാറ് പറയുന്ന പോലെ ആരും പറയില്ലെന്ന് മാത്രം. അയ്യോ, വിഷ്ണു എന്നെ സാറേന്നൊന്നും വിളിക്കണ്ട. എൻ്റെ പേര് സുബേറെന്നാ. എല്ലാവരും സ്നേഹത്തോടെ എന്നെ സുബേർക്കാന്ന് വിളിക്കും. വിഷ്ണു എന്നെ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. കേൾക്കാനും വിളിക്കാനും മനസ്സിന്റെ അടുപ്പം നിൽക്കാനും ഒക്കെ ആ വിളി തന്നെയാണ് നല്ലത്. ഞാനപ്പോ വന്നതിന്റെ കാര്യം രഞ്ജൻ പറഞ്ഞു കാണുമല്ലോ. എന്തു പണിയെടുക്കാനും ഞാൻ തയ്യാറാ. എനിക്കൊരു ജോലി വേണം, അതുകൊണ്ടാ. അതിന് ഇവിടെ ഉള്ളത് ഡ്രൈവർ പണിയാ. വിഷ്ണു ലോറി ഓടിക്കില്ലേ? ഹെവി ലൈസൻസ് ഉള്ളതല്ലേ? അതൊക്കെ ഉള്ളതാ എനിക്ക്. പിന്നെ വിഷ്ണുവിന് അറിയാമല്ലോ, കുറച്ച് റിസ്ക് ഉള്ള പണിയാ. തടിയെടുക്കാനും മറ്റുമൊക്കെയായി കൂപ്പിലൊക്കെ പോകേണ്ടി വരും. എന്തു പണി പറഞ്ഞാലും ചെയ്യേണ്ടിയും വരും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ അത്യാവശ്യം വേണ്ടതൊരു ജോലിയാ. സത്യാമ്മ എങ്ങനെയാ ജീവിച്ചിരുന്നതെന്നും അവരുടെ സമ്പത്തും പ്രൗഢിയും ഒക്കെ എന്തായിരുന്നു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെയുള്ള സത്യാമ്മയുടെ മകൻ ഒരു ജോലിക്കായി വരണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തായിരിക്കുമെന്ന് എനിക്ക് ചോദിച്ചറിയാതെ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചവരെ എനിക്ക് ഒരിക്കലും കൈവിടാനാകില്ല. അവരെ കൂടെ നിർത്താനും അവരുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാനും എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും. ചില ചതികൾ വരുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നാണ് സുബേർക്ക. അങ്ങനെ ഒരു ചതിയിൽ എൻ്റെ അമ്മ പെട്ടുപോയി. ആ ചതിക്ക് സപ്പോർട്ടായിട്ട് വന്നത് സ്വന്തം മകനായി വളർത്തിയവൻ പോലും ആ ചതിക്ക് കൂട്ടുനിന്നപ്പോൾ അമ്മയാകെ തകർന്നുപോയി. ഒപ്പം എൻ്റെ കുടുംബവും വീണു. അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമം സുബേർക്കയുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കേണ്ടി വന്നതും അതുകൊണ്ടാ. സുബേർക്ക പറയുക, ഈ ദുനിയാവ് നല്ല മനുഷ്യരെ കൊണ്ടല്ല വിഷ്ണു നിറഞ്ഞിരിക്കുന്നത്, പിശാചുക്കളെ കൊണ്ടാ. അവരുടെ ഇടയിൽ നമ്മളെ പോലുള്ള മനുഷ്യരെ ഇട്ടിട്ട് ദൈവം നിന്ന് ചിരിക്കുക. നീ ഇതിൽ നിന്നൊന്ന് കരകയറി കാണിക്കുക, ഞാനൊന്ന് കാണട്ടെ എന്ന്. അത്തരം വെല്ലുവിളികളാ വിഷ്ണു നമ്മളുടെ ഈ ജീവിതം. ഇവിടെയുള്ള എല്ലാ ലോറികളിലും ഡ്രൈവറുണ്ട്. പിന്നെ ഒരു ലോറിയുണ്ട്, അതിൻ്റെ ഡ്രൈവർ നാട്ടിൽ പോയിട്ട് 1 മാസമായി. ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ. അയാൾക്ക് ജോലിയിൽ കയറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിഷ്ണുവിന് ആ ലോറിയിൽ കയറാം. വിഷ്ണു വിഷമിക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും ഒരു വഴി കാണാം. വിഷ്ണുവിനെ എനിക്ക് അങ്ങനെ തള്ളിക്കളയാനാവില്ലല്ലോ. വിഷ്ണു സങ്കടത്തോടെ പറയുവാണ്, വലിയ ഉപകാരം ഇക്ക, നിങ്ങളെ ദൈവം രക്ഷിക്കും. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു. എല്ലായിടത്തും വിദ്യാഭ്യാസമുള്ളവരെ മാത്രമേ അവർക്ക് വേണ്ടൂ. പലരും പലതും പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. ആ സങ്കടമൊക്കെ ഞാൻ രഞ്ജൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് സുബേർക്കയുടെ പേര് രഞ്ജൻ പറഞ്ഞത്. സുബേർക്കയെ പോയി കാണാനും സുബേർക്കാന് വേണ്ട ചെയ്തു തരുമെന്നും പറഞ്ഞു. വിഷ്ണു വിഷമിക്കണ്ട, ഇതെല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ തീരുമാനമാണ്. അല്ലെങ്കിൽ വിഷ്ണുവിനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തില്ലല്ലോ. എനിക്കൊരു കടം വീട്ടാനുള്ള അവസരം ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ലോറി ഇന്നു മുതൽ വിഷ്ണു ഓടിക്കും. പിന്നെ ലോറി പണിയൊക്കെ വിഷ്ണുവിന് അറിയാമല്ലോ. അല്പം മനോധൈര്യം മാത്രമല്ല, കുറച്ച് തൻ്റെടമൊക്കെ ഇതിനകത്തുണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാനാവൂ. സുബേർക്ക ചിരിച്ചോണ്ട് പറയുന്നു, തീയിൽ കുരുത്തവനോട് പൂത്തിരി കത്തിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വിഷ്ണു സന്തോഷത്തോടെ ഓടി വരുവാണ് കമലൻ്റെ അടുത്തോട്ട്. എടാ കമല, കിട്ടിയടാ, ജോലി കിട്ടിയടാ. നിനക്കെന്താ വേണ്ടത്? ആശാനെ, എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? എനിക്കൊരു പണി കിട്ടാൻ വേണ്ടി കൂടുതൽ ആഗ്രഹിച്ചത് നീയല്ലേ? അതിന് ആശാനിപ്പോൾ അവിടെ എന്തുവാ ജോലി? അത് ഡ്രൈവർ. ഇവിടെ കമല വെറും ഡ്രൈവർ അല്ലടാ, ലോറി ഓടിക്കുന്ന ഡ്രൈവർ. അത് അത്ര ചെറിയ കാര്യമൊന്നും അല്ല, മനസ്സിലായോ? എൻ്റെ ആശാനെ പോലെയുള്ള ഒരാൾ വെറും ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു എന്നറിയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ആശാൻ അങ്ങനൊന്നും അല്ല. എടാ, അത് നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നുന്നതാ. മറ്റുള്ളവർക്ക് അത് തോന്നണമെന്നുണ്ടോ? എടാ, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വെറും 4ാം ക്ലാസ്സും ഗുസ്തി ചെയ്യുക. എനിക്കാണെങ്കിൽ ഇപ്പൊ കിട്ടിയ ജോലി തന്നെ മഹാഭാഗ്യമെന്ന് കരുതിയാൽ മതി. ആശാനെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ആശാൻ സ്വന്തമായിട്ടൊരു ലോറി വാങ്ങിച്ച് അത് ഓടിക്കുവാണെങ്കിൽ അതിൻ്റെ അന്തസ്സുണ്ട്. അത് സ്വന്തം ലോറിയല്ലേ. എത്രയോ മുതലാളിമാർ അങ്ങനെ ഓടിക്കുന്നുണ്ട്. ഇത് വല്ലവർക്ക് വേണ്ടി മണ്ണെടുക്കാനും തടിയെടുക്കാനും ഒക്കെ പോകണമെന്ന് വെച്ചാൽ ഒന്നുമല്ലെങ്കിൽ എൻ്റെ ആശാൻ കളക്ടറുടെ ഭർത്താവല്ലേ. എൻ്റെ ഏട്ടത്തിയമ്മയെ പോലും ആശാൻ ഓർത്തില്ലല്ലോ. ഇവിടെ കമല, എല്ലാ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും എൻ്റെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് അവൾ അറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല.
ഇവിടെ എന്നെ പോലുള്ളവർക്കൊക്കെ ഈ കോട്ടും സൂട്ടും ഉള്ള പണിയൊന്നും കിട്ടില്ലടാ. നിനക്കറിയില്ലേ, ഇന്നത്തെ കാലത്ത് 4 അക്ഷരം പഠിച്ചിട്ടുള്ളവനെ മാർക്കറ്റുള്ളൂ. അതൊക്കെ നീ മനസ്സിലാക്കണമെങ്കിലേ രണ്ട് കാര്യങ്ങളൊക്കെ വേണം. ഒന്ന് കല്യാണം, മറ്റൊന്നേ ഇതുപോലെ ജോലി തെണ്ടി നടക്കുന്നത്. എല്ലായിടത്തും പഠിപ്പ് വലിയൊരു പ്രശ്നമാണ്. കല്യാണം പിന്നെ എങ്ങനെയാ നടന്നതെന്നൊക്കെ നിനക്കറിയാമല്ലോ. അതെങ്ങനെയൊക്കെയോ അങ്ങ് നടന്നു. പക്ഷെ ഇതെന്നെ കയറി അങ്ങ് വട്ടം കയറി പിടിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാനാടാ ഈ ഡ്രൈവർ പണി. എന്നാലും ആശാനെ, ഈ ലോറി ഡ്രൈവർ നിർത്തടാ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ജോലിയിൽ നിന്നൊരു മാറ്റവും ഇല്ല ആശാനെ. എന്നാലും ഇത് ഓരെന്നാലും ഇല്ല. ഇത് പണ്ടത്തെ കാലമൊന്നും അല്ല. പണ്ട് ഗുണ്ടാപുരു നടത്തുന്നതിന് തിണ്ണമെടുക്ക് കാണിച്ചുകൊണ്ടിരുന്ന കാലമൊന്നും അല്ല. അതെ, പണ്ടത്തെ ചോരത്തിളപ്പിന്റെ പ്രായമൊക്കെ അങ്ങ് മാറി. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ നാടൻ തല്ലുകൊണ്ടേ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്തൊന്നും പോയിട്ട് ഒരു കാര്യവും ഇല്ല. അവര് നമ്മുടെ പരിപ്പെടുത്ത് കളയും. വിഷ്ണു സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചിരിച്ചോണ്ട് പറയുക, ജീവിക്കാനായിട്ട് പല വേഷങ്ങളൊക്കെ കെട്ടേണ്ടി വരും. അതിലൊരു വേഷം മാത്രമാണിത്. നിനക്ക് ഞാൻ ജോലി കിട്ടിയതിൻ്റെ ചെലവ് ചെയ്യണ്ടേ? വേണ്ട ആശാനെ, അത്രയ്ക്കൊക്കെ വലിയ വീട്ടിൽ താമസിച്ചിട്ട് സത്യാമ്മയുടെ മകന് സത്യാമ്മയുടെ മകനായതുകൊണ്ടാടാ അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിക്കണമെന്ന് തീരുമാനിച്ചത്. ഒന്നും കുഴപ്പമില്ലടാ. നമ്മൾ ഇന്ന് മുതൽ അങ്ങ് തുടങ്ങുക. ഞാൻ ഡ്രൈവർ, നീ എൻ്റെ ശിഷ്യൻ. അങ്ങനെ പുതിയ രൂപം, പുതിയ ഭാവം. അങ്ങനെ വിഷ്ണു എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ട് പറയുവാണ്, നമ്മൾ തുടങ്ങുവാടാ ഒരു നല്ല പുതിയ ജീവിതം പിടിച്ചെടുക്കാൻ. വിഷ്ണു അങ്ങനെ രണ്ടും കൽപ്പിച്ച് ജീവിച്ച് കാണിക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. സത്യാമ്മയാണെങ്കിൽ മൊബൈലും എടുത്ത് വെച്ചോണ്ട് വീടിന് ചുറ്റും നടന്ന് വീഡിയോ എടുക്കുന്നു. സത്യാമ്മ വീടിൻ്റെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്നു. സത്യാമ്മ ഭയങ്കര സന്തോഷമാണ്. സത്യത്തിൽ സത്യാമ്മയുടെ മനസ്സിൽ സന്തോഷമൊന്നുമില്ല, സന്തോഷം അഭിനയിക്കുവാണ്. ആ വീടിൻ്റെ ഫോട്ടോയൊക്കെ നോക്കിയിട്ട് സത്യാമ്മ ആലോചിക്കുവാണ്, അന്ന് ഉപേന്ദ്രൻ പറഞ്ഞത് ഈ വീട് ഒരു മദ്യഷാപ്പാക്കി മാറ്റുമെന്നും അല്ലെങ്കിൽ ഇതൊരു വ്യഭിചാരശാലയാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർത്ത് സത്യാമ്മയ്ക്ക് സങ്കടം വരുന്നുണ്ട്. പക്ഷെ സത്യാമ്മ സങ്കടപ്പെടത്തില്ല എന്നൊരു വാശിയിൽ തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് രാഘവേട്ടനെ വിളിക്കുന്നുണ്ട്, മതി രാഘവേട്ട ഒരുങ്ങിയത്, ഇങ്ങോട്ടൊന്ന് എളുപ്പം വാ. ആ സമയത്ത് പിള്ള അങ്ങോട്ട് വരുന്നുണ്ട്. സത്യാമ്മ പിള്ളയോട് പറയുന്നു, പിള്ളേ, എനിക്ക് വീടിൻ്റെ മൊത്തത്തിലൊരു ഫോട്ടോ എടുക്കണം. അതിനെന്താ, എടുത്തോ സത്യാമ്മ, ഞാൻ അങ്ങോട്ട് ഒതുങ്ങി നിന്നോളാം. സത്യാമ്മയുടെ ആ സന്തോഷവും ഫോട്ടോ എടുപ്പും ഒക്കെ കണ്ടിട്ട് രാഘവേട്ടൻ വന്നിട്ട് ചോദിക്കുന്നത്, രാവിലെ റെഡിയാകാൻ പറഞ്ഞത് ഞാൻ വിചാരിച്ച് വല്ല ക്ഷേത്രത്തിലോ മറ്റോ പോകാനായിരിക്കുമെന്ന്. ഒരിടത്തും പോകാനൊന്നും അല്ല രാഘവേട്ട, നമുക്കൊരു ഫോട്ടോ എടുക്കാനാ. ഈ വീടിൻ്റെ മുന്നിൽ നിന്നേ നമുക്ക് ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നൊരാഗ്രഹം. രാഘവേട്ട സത്യഭാമയെ തന്നെ സൂക്ഷിച്ചു നോക്കുവാണ്. ഇവിടെ തലയ്ക്ക് എന്ത് പറ്റി? എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഇവക്ക്. ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു ഫോട്ടോയുടെ ആവശ്യം ഉണ്ടോ ഭാമേ? ഒരുപാട് നാൾ സ്നേഹിച്ചും ലാളിച്ചും ഉണ്ടാക്കിയ വീടല്ലേ രാഘവേട്ട. രാഘവേട്ടൻ്റെ സ്വപ്നം. ഈ വീട്ടിലോട്ട് ഞാൻ വന്നു കയറിയപ്പോൾ രാഘവേട്ടൻ അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇതൊരു കൊട്ടാരമാണ്, ചോര നീരാക്കി രാഘവേട്ടൻ പണിതുയർത്തിയ ഒരു കൊട്ടാരമെന്ന്. എന്നെ ഈ കൊട്ടാരത്തിലെ രാജ്ഞിയായിട്ട് തന്നെയാ രാഘവേട്ടൻ വാഴിച്ചിട്ടുള്ളത്. ആ കൊട്ടാരത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ പടിയിറങ്ങാൻ പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പഴയ ഈ രാജാവിനും രാജ്ഞിക്കും കാണാൻ വേണ്ടിയാ ഈ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെ വലുതാവുമ്പോഴേ ഈ കൊട്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന രാജാവിനെയും രാജ്ഞിയെയും നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം. രാഘവേട്ടൻ വാ, രാഘവേട്ടൻ വന്ന് നിൽക്കും, നമുക്ക് ഫോട്ടോ എടുക്കാം. ഞാൻ വന്നൊക്കെ നിൽക്കാം, പക്ഷെ മനസ്സ് തുറന്ന് ചിരിക്കാനൊന്നും എനിക്ക് കഴിയില്ല. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പുറമെ ഇനി അഭിനയിക്കാൻ വയ്യാത്തത് കൊണ്ടാ. അപ്പോൾ ഞാൻ കാണിക്കുന്നതോ എനിക്കിതിലൊന്നും സങ്കടമില്ലെന്നാണോ രാഘവേട്ടൻ കരുതിയിരിക്കുന്നത്? ചങ്കുരുകുന്നുണ്ട്. സത്യാമ്മ ചിരിച്ചോണ്ട് പറയുക, പക്ഷെ പുറത്ത് കാണിക്കില്ല. ചത്താലും ഞാൻ പുറത്ത് കാണിക്കില്ല. രാഘവേട്ടനൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന്? ഈ സത്യഭാമ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു തുള്ളി കണ്ണുനീർ ഈ സത്യഭാമയുടെ കണ്ണിൽ നിന്നും വീഴില്ല. ഇത് ഞാനായിട്ടുണ്ടാക്കിയ ബാധ്യതയാ. അതിന് കരയാൻ പോലും യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കി തന്നെയാ സത്യഭാമ പറയുന്നത്. ഈ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ സത്യഭാമ കരയില്ല. അതൊക്കെ പോട്ടെ രാഘവേട്ടൻ ഇങ്ങോട്ട് വാ, നമുക്ക് ഫോട്ടോ എടുക്കാം. ചങ്കു പൊട്ടിത്തകരുന്ന വേദനയോടെയാണ് സത്യഭാമ ഇങ്ങനെ ചിരിച്ച് അഭിനയിക്കുന്നത്. അങ്ങനെ സത്യാമ്മ രാഘവേട്ടനെ വിളിച്ച് അടുത്ത് നിർത്തിക്കൊണ്ട് പിള്ളയുടെ കൈ ഫോൺ കൊടുത്തിട്ട് പറയുന്നു, പിള്ളേ, നിങ്ങളാണിപ്പോൾ ക്യാമറാമാൻ, നിങ്ങളാണ് ഫോട്ടോ എടുക്കേണ്ടത്. ഒന്നും മനസ്സിലാകാത്ത പോലെ പിള്ള ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ആ രംഗങ്ങളൊക്കെ കണ്ട് പിള്ള ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പിള്ളയോട് സത്യമ്മ പറയുന്നു, പിള്ളേ, ആദ്യം ഞങ്ങൾ രണ്ടുപേരുടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഈ വീട് മുഴുക്ക കിട്ടണം കേട്ടോ. അങ്ങനെ പിള്ള അവരുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് സത്യഭാമ തനിയെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നതും
രാഘവേട്ടൻ തനിയെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നതും അങ്ങനെയുള്ള കുറേ ഫോട്ടോസുകൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് സത്യഭാമ പിള്ളയെയും കൂടെ അവരുടെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് പൊന്നിയെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നു. പൊന്നിയും കൂടെ നിർത്തിയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ സത്യാമ്മ ആകെ ഒരു ഉന്മാദ ലക്ഷണത്തിലാണ് നടക്കുന്നത്. മൊബൈലിലെ ആ ഫോട്ടോകളൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന സത്യാമ്മയോട് പിള്ള വന്നിട്ട് പറയുക, എനിക്കൊരു കാര്യം പറയാനുണ്ട് പിള്ളേ, ഇതാണ്ട് സഹതാപമുള്ള കാര്യമാണെങ്കിൽ പറയണ്ട. അതിപ്പോൾ കേൾക്കാനുള്ള ഒരു മൂഡും എനിക്കില്ല. ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഒരു സഹോദരന്റെ സ്ഥാനത്തു നിന്ന് പറയുന്നതാണെന്ന് കരുതിയാൽ മതി. നാട്ടിൽ എനിക്കൊരു ചെറിയ കൂരയുണ്ട്. ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാൽ എൻ്റെ വീട്ടിൽ താമസിക്കാം. ഉള്ള സൗകര്യത്തിലൊക്കെ നമുക്ക് അവിടെ അങ്ങ് താമസിക്കാം. ഒരാളും നിങ്ങളെ അവിടുന്ന് ഇറക്കി വിടത്തില്ല. എത്ര ദിവസമായെന്നറിയാവോ ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഭാര്യയെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾക്ക് 100 സമ്മതം. സത്യമ്മ പുഞ്ചിരിച്ചോണ്ട് പറയുക, പിള്ളയുടെ മനസ്സിന് 100 നന്ദി. അങ്ങനെ പറയാൻ തോന്നിയല്ലോ. അല്ല, പിള്ളയുടെ വീട്ടിലിപ്പോൾ ആരൊക്കെയുണ്ട്? ഞാനും ഭാര്യയും എൻ്റെ 2 പെൺമക്കളും. പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞതല്ലേ പിള്ളേ? അതൊക്കെ സത്യാമ്മയ്ക്ക് അറിയാമല്ലോ. അവരുടെ കല്യാണം കഴിഞ്ഞതും അവർക്ക് കുട്ടികളുള്ളതും ഒക്കെ. അപ്പോൾ പിന്നെ എങ്ങനെയാ പിള്ളേ ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുന്നത്? പിള്ള ക്ഷണിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷം. സങ്കടത്തോടെ നിൽക്കുന്ന രാഘവേട്ടനോട് സത്യാമ്മ ചോദിക്കുന്നു, രാഘവേട്ട എന്താ ആലോചിക്കുന്നത്? ഇങ്ങനെ സ്നേഹം മാത്രം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന പിള്ളയെപ്പോലുള്ളവരെ ഈ വന്ന കാലത്ത് മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല പാമേ. നമ്മളെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്നുള്ള വഴി ആലോചിച്ച് നടക്കുക 2 പാവങ്ങളും. നമ്മുടെ കാര്യത്തിൽ അവർക്ക് വലിയ സങ്കടമുണ്ട്. എന്നിട്ട് ഫാമേ നിനക്കൊരു കൂസലുമില്ലല്ലോ. സങ്കടം ഉള്ളിലൊതുക്കി പൊട്ടിച്ചിരിക്കുവാണ് സത്യഭാമ. കൂസലുണ്ടായാൽ വീടുണ്ടാവുമോ രാഘവേട്ട? പൈസ വരുമോ? അതോ നമ്മളുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമോ? ഇനിയും 1-2 ദിവസം ഉണ്ടല്ലോ, നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്. സത്യഭാമ രാഘവേട്ടനോട് പറയുവാണ്, എന്ത് സംഭവിച്ചാലും രാഘവേട്ട, ഒരു കൂരയ്ക്ക് താഴെ നമ്മൾ 2 പേരും ഉണ്ടായിരിക്കും. അതിന് ഞാൻ ഉറപ്പു തരാം. സത്യഭാമയുടെ ആ കൃത്രിമമായിട്ടുള്ള ചിരിയും അഭിനയവും ഒക്കെ രാഘവേട്ടന് മനസ്സിലാകുന്നുണ്ട്. രാഘവേട്ടൻ അത് കണ്ടങ്ങ് സങ്കടപ്പെടുവാണ്. രോഹിത്ത് സുസ്മിതയുടെ വീട്ടുപടിക്കലിരുന്നുകൊണ്ട് മദ്യം കുടിച്ചോണ്ടിരിക്കുവാണ്. കണ്ടിട്ട് തലയ്ക്ക് യാതൊരു വെളിവില്ലാതാണ് ഇരിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷയിൽ ശ്യാമയും പപ്പിമോളും അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മേ, നമ്മളെ കണ്ടാൽ അച്ഛൻ വഴക്ക് പറയുവോ? ഇല്ല മോളെ ഒന്നും പറയില്ല. മോള് പോയി അച്ഛനെ വിളിച്ചാൽ മതി. അച്ഛനെയും കൊണ്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ അല്ലേ അമ്മേ? അതേ മോളെ എന്ന് ശ്യാമ പറയുന്നെങ്കിലും ശ്യാമയ്ക്ക് ഭയമുണ്ട്. രോഹിത് ഏത് രീതിയിലായിരിക്കും ശ്യാമയോട് പെരുമാറുന്നതെന്ന് അവൾക്ക് പേടിയുണ്ട്. മദ്യലഹരിയിലിരിക്കുന്ന രോഹിത്തിൻ്റെ അടുത്തോട്ട് അച്ഛാ എന്ന് പപ്പിമോള് വിളിച്ചോണ്ട് ചെല്ലുവാണ്. അച്ഛൻ കള്ളു കുടിക്കുവാണല്ലേ? അച്ഛനെന്താ എന്നെ മനസ്സിലായില്ലേ? അച്ഛനിങ്ങനെ കള്ളു കുടിച്ചതുകൊണ്ടാ എന്നെ മനസ്സിലാകാത്തത്. ഞാനാച്ചാ അച്ഛൻ്റെ പപ്പി, അച്ഛൻ്റെ മോള്. രോഹിത് ഇങ്ങനെ പപ്പിമോളെ സൂക്ഷിച്ചു നോക്കുവാണ്. അപ്പോൾ രോഹിത്തിൻ്റെ മനസ്സിൽ ശ്യാമയാന്ന് പ്രസവിച്ചതും കുഞ്ഞിനെ അവൻ എടുത്തതും എല്ലാം അവൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കുവാണ്. എന്നിട്ട് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും ഒക്കെ രോഹിത്തിൻ്റെ മനസ്സിൽ ഓർമ്മ വന്നിട്ട് പപ്പിമോളെ അങ്ങ് ചേർത്ത് അടങ്കം പിടിക്കുവാണ്. അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും പപ്പിമോളോട് നല്ല സ്നേഹം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രോഹിത് അവൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി പപ്പിമോളെയും ശ്യാമയെയും സ്വീകരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ പപ്പിമോളും രോഹിത്തും ശ്യാമയും കൂടെ സത്യാമ്മയുടെ വീട്ടിലോട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.